ആലീസിന്റെ അക്ഷരലോകം. ഒരു ദിവസം ആലീസ് പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. അപ്പോൾ വെളുത്ത ഒരു മുയൽ അതുവഴി ഓടിപ്പോയി. അയ്യോ, നേരം വൈകിയേ, മുയൽ പറഞ്ഞു. ഓട്ടത്തിനിടയിൽ മുയലിന്റെ കയ്യിൽ നിന്നും ആ എന്ന അക്ഷരം താഴെ വീണു. ആലീസ് ആ എന്ന അക്ഷരം കയ്യിലെടുത്തു. ഇതെന്താ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. മുയൽ തിരിഞ്ഞു നോക്കി പറഞ്ഞു, അത് ആ ആണ്. അമ്മ എന്ന് എഴുതാൻ ആ വേണം. അവർ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ മേശയുടെ അടുത്ത് ഒരു തൊപ്പിക്കാരനെ കണ്ടു. അയാൾ ക എന്ന അക്ഷരം കൊണ്ട് അമ്മാനമാടുകയായിരുന്നു. ഹായ്! തൊപ്പിക്കാരൻ ആലീസിനെ കണ്ടപ്പോൾ ചിരിച്ചു. ഇത് ക എന്ന അക്ഷരമാണ്. കപ്പ് എന്ന് എഴുതാൻ ഇത് വേണം. അയാൾ ഒരു കപ്പിലേക്ക് ചായ പകർന്നു. പെട്ടെന്ന് മരത്തിന്റെ മുകളിൽ ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. അത് ചെഷയർ പൂച്ചയായിരുന്നു. അവന്റെ കയ്യിൽ പ എന്ന അക്ഷരമുണ്ടായിരുന്നു. പൂച്ചയ്ക്ക് പ വേണം, പൂച്ച പറഞ്ഞു. എന്നിട്ട് കണ്ണുറുക്കി കാണിച്ചു. ആലീസ് ചിരിച്ചു. പ പഠിക്കാൻ എന്തു രസം! അവർ നടന്നു പോയപ്പോൾ ഒരു വലിയ കൂൺ കണ്ടു. അതിന്റെ മുകളിൽ മ എന്ന അക്ഷരം എഴുതിയിരുന്നു. ഇത് മ ആണ്, മുയൽ പറഞ്ഞു. മരം, മഴ എന്നൊക്കെ എഴുതാൻ മ വേണം. അത് പറഞ്ഞു തീർന്നതും ആകാശത്തു നിന്നും അക്ഷരമഴ പെയ്യാൻ തുടങ്ങി. ആലീസും തൊപ്പിക്കാരനും ആ മഴയത്ത് സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഓരോ അക്ഷരവും ഓരോ പുതിയ വാക്ക്. കളിയെല്ലാം കഴിഞ്ഞപ്പോൾ ആലീസ് പഠിച്ച അക്ഷരങ്ങൾ ചേർത്ത് ഒരു മാലയുണ്ടാക്കി. അ, ക, പ, മ. മലയാളം പഠിക്കാൻ എന്ത് രസമാണെന്ന് അവൾ ഓർത്തു. നന്ദി കൂട്ടുകാരെ.